ഹലോ, വെൽക്കം ടു മൈ ചാനൽ. ഇപ്പോൾ രാവിലെ എന്നും മഴ കണ്ടുകൊണ്ടാണ് നമ്മൾ എണീക്കുന്നത് അല്ലേ. ഞങ്ങളുടെ ഇവിടെ സൈഡിലൊക്കെ നല്ല വെള്ളമുണ്ട്. അപ്പോൾ രാവിലത്തെ ഫുഡൊന്നും നമുക്ക് എടുക്കാൻ പറ്റിയില്ല. ഉച്ചയ്ക്ക് നമുക്ക് നെയ്ച്ചോറും പരിപ്പും ഇറച്ചിക്കറിയും ബീഫ് ഫ്രൈയും ആയിരുന്നു കഴിക്കാൻ. ഇന്ന് നമ്മൾ വൈകുന്നേരം എൻ്റെ മൂത്തിത്തിയുടെ വീട്ടിലോട്ട് പോവുകയാണ്. വൈക്കത്ത് ഇത്തി ഒന്ന് വണ്ടിയിൽ നിന്ന് വീണ്. അപ്പോൾ ഇനി സ്കൂളിൽ നിന്ന് വന്നിട്ട് വേണം നമുക്ക് പോകാൻ. സേറ എന്ന് പറയുന്നത് എൻ്റെ രണ്ടാമത്തെ ഇത്തിയുടെ മോളാണ്. ഉച്ചക്കൊക്കെ നല്ല മഴയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഉമ്മച്ചി ഇവിടെ വെള്ളം പിടിക്കാനൊക്കെ കെട്ടിവെച്ചിട്ടുണ്ട്. ഒരു ഉച്ചയ്ക്ക് ആയപ്പം വർക്കിന് പോകാൻ നേരത്ത് ആ വഴി വീട്ടിലോട്ട് കൊച്ചിനെ കാണാൻ വേണ്ടി വന്നായിരുന്നു. കളിപ്പിക്കുന്നതാണ്. അപ്പോഴൊക്കെ നല്ല മഴയാണ്. പിന്നെ മഴ കുറഞ്ഞിട്ടൊക്കെ പോകാമെന്ന് പറഞ്ഞത് ആ ഒരു തോർന്ന സമയത്ത് പോവുകയാണ്. ചേർത്തലയാണ് ഇന്ന് വർക്കിട്ടേക്കുന്നത്. അപ്പം പണ്ടാനത്തിൽ നിന്ന് ഈ വഴി വരുമ്പം കയറിയതാണ്. ജോലിക്ക് പോയിട്ട് വരുന്ന വഴിക്ക് കയറാമെന്നൊക്കെ പറഞ്ഞിരിക്കുമായിരുന്നു. അപ്പം നമ്മൾ വൈകുന്നേരം ജുബീത്തിടെ അങ്ങ് പോകുമല്ലോ. സേറ സ്കൂളിൽ നിന്ന് വന്ന് ഓട്ടോയിലൊക്കെയാണ് പോകുന്നത്. അപ്പോൾ ഇന്ന് പള്ളിയിൽ ഓതലൊന്നും ഇല്ലല്ലോ. അപ്പോൾ സേറ വരാൻ വേണ്ടി കാത്തിരുന്ന് ഉമ്മച്ചിയാണെങ്കിൽ ജാക്കിമോനെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് സേറായും ഉണ്ട്. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുവാണ്. ഞാനും ജാക്കിയും ഉമ്മച്ചിയും പാപ്പിച്ചിയും സേറായും പിന്നെ ഉമ്മച്ചിയുടെ ഉമ്മായും ഉണ്ട്. അപ്പം ഞങ്ങൾ ഇത്രയും പേരും കൂടെയാണ് പോകുന്നത്. സ്കൂൾ ടൈം അല്ലായിരുന്ന അപ്പം നമ്മൾ പോകുന്ന വഴിക്ക് അത്യാവശ്യം സ്കൂളിൽ നിന്നുള്ള പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ അടുത്ത് തന്നെയാണ് സ്കൂളുള്ളത്, മണഞ്ചേരി സ്കൂള്. ഇപ്പം മഴ തോർന്നിരിക്കുന്ന ഒരു സമയമാണ്. ഇതാണ് കാവുങ്കൽ അമ്പലം. ഇപ്പം വണ്ടിയിൽ പോകുന്ന കാരണം കറക്റ്റായിട്ട് നമുക്ക് കിട്ടുന്നില്ല, സ്പീഡിലല്ലേ പോകുന്നത്. ഇത് ഷൂട്ടിങ്ങൊക്കെ നടക്കുന്ന ഒരു മുഹമ്മയിലെ വീടാണ്. പെട്രോൾ അടിക്കാൻ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നിർത്തിയാണ് നമ്മൾ പോകുന്നത്. അപ്പം ജാക്കി ഇവിടെ ഉറക്കമാണ് ഉമ്മച്ചിയുടെ കയ്യിലിരുന്ന്. നമ്മൾ പോയിക്കൊണ്ടിരുന്നപ്പോൾ നല്ല മഴയുണ്ടായിരുന്നു കേട്ടോ. നല്ല മഴയെന്ന് പറഞ്ഞാൽ നല്ല മഴയുണ്ടായിരുന്നു. നമുക്ക് ഗ്ലാസ് പോലും തുറന്നിടാൻ പറ്റത്തില്ലായിരുന്നു. അപ്പോൾ വാപ്പച്ചി വൈകുന്നേരം അവിടെ നിന്ന് കടയിൽ നിന്ന് പൊരിക്കടികളൊക്കെ മേടിച്ചുകൊണ്ട് വന്നായിരുന്നു. അപ്പോൾ വണ്ടിയിൽ നിന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞങ്ങൾ അത് ഓരോന്നായിട്ട് എടുത്ത് കഴിച്ചു. ഇതാണ് തണ്ണീർമുക്കം ബണ്ട്. മഴ കുറഞ്ഞിരിക്കുകയാണ്. അപ്പം ബോട്ടും ഹൗസ് ബോട്ടും പിന്നെ സ്പീഡ് ബോട്ടൊക്കെ പോകുന്നുണ്ട് ഈ മഴയത്ത്. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് മീൻ പിടിക്കാൻ വേണ്ടി എന്തൊക്കെയോ കെട്ടി വെച്ചിട്ടുണ്ട്. ഈ വലയും കാര്യമൊക്കെ കെട്ടത്തില്ലേ, അതൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട്. അതിനിടയ്ക്ക് ഒരാൾ എണീറ്റ് ചെറിയ കരച്ചിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ വൈക്കം ആകാറായി. ഇത്തിയുടെ വീടൊക്കെ ആകാറായി. ഇതാണ് ഇത്തിയുടെ വീട്. ഉമ്മച്ചി ആദ്യമേ കയറി. ഇത്തിയുടെ മോളാണ്. ഇത്തിക്കൊരു മോളും മോനും ഉണ്ട്. അപ്പം അവർ നമ്മളെയും കാത്ത് നിൽക്കുകയാണ്. ഇത്തിയും ഇത്തിയുടെ ഹസ്ബൻഡും കുട്ടിയും ഉണ്ട്. ഇതാണ് ഇച്ചാപ്പി. അപ്പം ഞാൻ കൊച്ചിനെ ഫീഡ് ചെയ്ത് വരുന്ന സമയത്ത് സ്നാക്സും ചായയൊക്കെ കൊണ്ടുവന്ന് വെച്ചായിരുന്നു. അപ്പം ഞാൻ വന്ന സമയത്ത് അതെല്ലാം കാലിയായി. ഓരോരുത്തരും നിന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്തി, ഉമ്മ, ഇത്തിയുടെ മോന് എല്ലാം ഉണ്ട്. വാപ്പിച്ച് അതിനടുത്ത് മറ്റേ പണ്ടത്തെ 5 രൂപയുടെ ഫ്രൂട്ട് സലാഡില്ലേ, അതൊക്കെ മേടിച്ചുകൊണ്ട് വന്നായിരുന്നു. അതൊക്കെ കഴിക്കുന്ന സീനാണ് ഈ കാണുന്നത്. എന്നിട്ട് റിവ്യൂ പറയുന്നത് കൊള്ളാന്നൊക്കെ. ഇത്തിക്ക് ഒരു യൂട്യൂബ് ചാനലുണ്ട്. ഞാൻ അതിൻ്റെ ലിങ്ക് താഴെ കൊടുത്തേക്കാം. ഇതാണ് ഹസ്ബൻഡ്. അപ്പം ഇങ്ങനെ കൊച്ച് അവിടെ കിടക്കുകയാണ് ഉമ്മായുമായിട്ട്. അപ്പം നമുക്ക് ഫുഡ് കഴിക്കാനുണ്ടായിരുന്നു. പൊറോട്ട, ചിക്കൻ കറിയും മുട്ട റോസ്റ്റും പിന്നെ ചായയും ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളതൊക്കെ കഴിക്കുകയാണ്. പിള്ളേർ അപ്പുറത്ത് സെറ്റിയിലിരുന്ന് കഴിക്കുകയാണ്. പിള്ളേരും ഉമ്മച്ചിയും ഉണ്ടായിരുന്നു. ഇതിനിടയ്ക്ക് മൻസൂറിക്ക് ഷോപ്പിൽ പോയായിരുന്നു. അവർക്ക് ടെക്സ്റ്റൈൽസ് ആണ്. അപ്പോൾ നമ്മൾ കഴിച്ച് കഴിഞ്ഞ് ഉടനെ തന്നെ ഇറങ്ങി. എന്താണെന്ന് പറയുക, രാത്രി ആയായിരുന്നു, ഒത്തിരി ലേറ്റ് ആയായിരുന്നു. അപ്പം ഹനാപ്പി സേറ പോകുന്നതിൻ്റെ സങ്കടത്തിലൊക്കെ ഇരിക്കുകയാണ്. അപ്പോൾ നമ്മൾ പോകുക. ഇതിനിടയ്ക്ക് വൈക്കം അമ്പലമൊക്കെ ഉണ്ട്. നമ്മൾ പെട്ടെന്ന് കാറിൽ പോകുന്ന കാരണം കിട്ടത്തില്ല. രാത്രിയും കൂടെ അല്ലേ. ഇതാണ് വൈക്കത്തമ്പലം. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇവിടം കൊണ്ട് കഴിഞ്ഞ്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ പിന്നെ കാണാം.